എല്ലാവർക്കും ശരത് മാത്സ് ക്ലാസ് റൂമിലേക്ക് സ്വാഗതം. ഓക്കെ, സോ ശ്രദ്ധിച്ചിരിക്കുക. അപ്പം എ എന്ന് പറയുന്നത് ഒരു മെട്രിക്സ് ആണ്, ഒരു 2/2 ഓർ 3/3 സ്ക്വയർ മെട്രിക്സ് ആണ് അല്ലേ. 2/2 അല്ലെങ്കിൽ 3/3 എന്ന് എഴുതുമ്പോൾ സ്ക്വയർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, സ്ക്വയർ ആണെന്ന് നമുക്ക് മനസ്സിലാവും. എ എന്ന് പറയുന്നത് ഒരു 2/2 അല്ലെങ്കിൽ 3/3 സ്ക്വയർ മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ശ്രദ്ധിച്ചിരിക്കുക, എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്ന മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ദ മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ ഈസ് കോൾഡ് ഐഗൺ മെട്രിക്സ്. ഐഗൺ മെട്രിക്സ് എ എന്ന് പറയുന്നത് ഒരു 2/2 അല്ലെങ്കിൽ 3/3 സ്ക്വയർ മെട്രിക്സ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ എ മൈനസ് ലാംഡ ഐനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഗൺ മെട്രിക്സ്. എ മൈനസ് ലാംഡ ഐനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഗൺ മെട്രിക്സ്. ലാംഡ എന്ന് പറയുന്നത് എന്താണ്? ഐഗൺ വാല്യൂസ് ആണ്. ലാംഡ എന്ന് പറയുന്നതാണ് എന്ത്? ഐഗൺ വാല്യൂസ്. ഞാൻ ആദ്യമേ പറഞ്ഞ അനുസരിച്ച് ഒരു 2/2 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് 2 ഐഗൺ വാല്യൂസ് ഉണ്ടാവും. ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ നമുക്ക് 3 ഐഗൺ വാല്യൂസ് ഉണ്ടാവും. അപ്പോൾ ലാംഡ എന്ന് പറയുന്നത് സിംപ്ലി എന്താണ്? ഐഗൺ വാല്യൂസ് ആണ്. ഓക്കെ, സോ എ മൈനസ് ലാംഡ ഐനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഗൺ മെട്രിക്സ്. ലാംഡ എന്താണെന്ന് പറഞ്ഞു? ഐഗൺ വാല്യൂസ് ആണ്. ഐ എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്. ഐ എന്ന് പറയുന്നത് എന്താണ്? ഐഡന്റിറ്റി മെട്രിക്സ്. എ 2/2 മെട്രിക്സ് ആണെങ്കിൽ ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 2 ആയിരിക്കും. എ എന്ന് പറയുന്നത് ഒരു 3/3 മെട്രിക്സ് ആണെങ്കിൽ ഐ എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ഓഫ് ഓർഡർ 3 ആയിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, അടുത്ത നിങ്ങൾ ഓർത്തിരിക്കേണ്ട കാര്യം, ഈ ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ, ഈ എ മൈനസ് ലാംഡ ഐക്ക് നമ്മൾ എന്തെടുക്കുന്നു? ഡിറ്റർമിനന്റ് എടുക്കുന്നു, എന്നിട്ട് അതിനെ നമ്മൾ 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്നു. എ മൈനസ് ലാംഡയുടെ ഇതൊരു മെട്രിക്സ് ആണെന്നറിയാം. മെട്രിക്സിന് തീർച്ചയായിട്ടും നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? 2/2ന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാനും നിങ്ങൾക്ക് അറിയാം, 3/3ന്റെ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യാനും അറിയാം. സോ ആ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്ത് 0 ആയിട്ട് ഇക്വേറ്റ് ചെയ്യുന്ന ഈ ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ദിസ് ഇക്വേഷൻ ഈസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഡിറ്റർമിനന്റ് എ മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0 ഈസ് കോൾഡ് എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. യെസ്. ദെൻ ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് അഥവാ സൊല്യൂഷൻ, അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഐഗൺ വാല്യൂസ്. റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഞാൻ സി എന്ന് ഇടുന്നുള്ളൂ. ഈസ് കോൾഡ് എന്താണ്? ഈസ് കോൾഡ് ഐഗൺ വാല്യൂസ്. റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് കോൾഡ് എന്താണ്? ഐഗൺ വാല്യൂസ്. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് നമുക്ക് ലാംഡ 1, ലാംഡ 2, 2/2 ആണെങ്കിൽ നമുക്ക് 2 റൂട്ട്സ് കിട്ടാം, ഓർ 3/3 ആണെങ്കിൽ ലാംഡ 1, ലാംഡ 2, ലാംഡ 3, ഇങ്ങനെ 3 റൂട്ട്സ് കിട്ടാം. ഓക്കെ, സോ റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനെ വിളിക്കുന്ന പേരാണെന്ത്? ഐഗൺ വാല്യൂസ്. അപ്പോൾ എന്താണ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്? റൂട്ട്സ് ഓഫ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഈസ് കോൾഡ് എന്താണ്? ഐഗൺ വാല്യൂസ്. ഐഗൺ വെക്റ്റർ എന്ന് പറയുന്നത്, ശ്രദ്ധിക്കുക, ഈ മെട്രിക്സ് എ മൈനസ് ലാംഡ ഐ നമ്മൾ കൺസിഡർ ചെയ്യണം. എ മൈനസ്, ഞാൻ പറഞ്ഞു ഓരോ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ 2/2 ആണെങ്കിൽ 2 ഐഗൺ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഐഗൺ വെക്റ്റേഴ്സ് ഉണ്ട്? 2 ഐഗൺ വെക്റ്റേഴ്സ് ഉണ്ട്. 3/3 ആണെങ്കിൽ നമുക്ക് 3 ഐഗൺ വാല്യൂസ് ഉണ്ട്. അപ്പോൾ നമുക്ക് എത്ര ഐഗൺ വെക്റ്റേഴ്സ് വരും? 3 ഐഗൺ വെക്റ്റേഴ്സ് വരും. ശരിയല്ലേ? സോ അപ്പോൾ ഞാൻ 2/2 കൺസിഡർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ ഒരെണ്ണം എടുക്കുകയാണ്. ഇപ്പോൾ എ മൈനസ് ലാംഡ 1 ഇൻറ്റു ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. ഓക്കെ, സോ ഈ എ മൈനസ് ലാംഡ ഐ ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇതൊരു മെട്രിക്സ് കിട്ടും. ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് സെയിം ഓർഡറിലുള്ള നമ്പർ ഓഫ് അൺനോൺസ് നമുക്ക് കൊടുക്കാം. 2/2 ആണെങ്കിൽ 2 അൺനോൺസും 3/3 ആണെങ്കിൽ 3 അൺനോൺസും. ഇപ്പോൾ XY Z എന്ന് പറഞ്ഞിട്ടോ x1 x2 x3 എന്ന് പറഞ്ഞിട്ടോ ഒക്കെ നമുക്ക് കൊടുക്കാം. ആ x1 x2 x3 എന്ന് പറയുന്ന കോളം മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഐഗൺ വെക്റ്റർ. ദ കോളം മെട്രിക്സ് XYZ or x1 x2 x3 corresponding to this equation is called an eigen vector. ഈ എക്സിനെ വിളിക്കുന്ന പേരാണ്, എക്സ് എന്ന് പറയുന്നത് ഒരു കോളം മെട്രിക്സ് ആവും. ഈ കോളം മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഐഗൺ വെക്റ്റർ. എന്താണ്? ഐഗൺ വെക്റ്റർ. ഓക്കെ, സോ അത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഐഗൺ വെക്റ്റർ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സിമ്പിൾ പ്രൊസീജിയർ ആണ്, പക്ഷേ നല്ലോണം ശ്രദ്ധിച്ച് ചെയ്തില്ലെങ്കിൽ നമുക്ക് മിസ്റ്റേക്ക് വരും. ഒരു ട്രിക്കി മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ട്രഡീഷണൽ മെത്തേഡ് അല്ല. ട്രഡീഷണൽ മെത്തേഡ് എക്സ്ട്രീംലി ടൈം കൺസ്യൂമിങ് ആൻഡ് മിസ്റ്റേക്ക് വരാനുള്ള സാധ്യത കൂടിയ മെത്തേഡാണ് ട്രഡീഷണൽ മെത്തേഡ് എന്ന് പറയുന്നത്. നമുക്ക് ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എല്ലാവരും ഡിസ്കസ് ചെയ്യാറുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു ട്രിക്കി മെത്തേഡ് ഉണ്ട്, അത് തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പം
ബേസിക് കൺസെപ്റ്റ് ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കണം. ഒരു 2x2 സ്ക്വയർ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം, ആൻഡ് 3x3 സ്ക്വയർ മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പം ഐഗൺ വെക്ടറിനെ കുറിച്ച് ഈ ക്ലാസ്സിൽ ഞാൻ കൂടുതൽ പറയുന്നില്ല. ഐഗൺ വെക്ടർ നമ്മൾ പ്രോബ്ലത്തിലൂടെ പഠിച്ചാൽ മതി. തിയറട്ടിക്കലായിട്ട് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. ഇത് മാത്രം നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ബാക്കി നമുക്ക് പ്രോബ്ലം വരുമ്പോൾ ആ പ്രോബ്ലത്തിലൂടെ ചെയ്ത് നിങ്ങൾ പഠിച്ചാൽ മതി കേട്ടോ. ഐഗൺ വെക്ടർ, പക്ഷേ ഐഗൺ വെക്ടറാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്, അതിനാണ് മാർക്ക് കൂടുതൽ. ഓക്കെ, നിങ്ങൾ പാർട്ട് എയിൽ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുന്ന ഒരു ചോദ്യം, ഒരു 3x3 മെട്രിക്സ് വന്നു എന്ന് വിചാരിക്കുക. അത് പാർട്ട് എയിലാണ് ചോദിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് 3 മാർക്ക് കിട്ടും, ഐഗൺ വാല്യൂ മാത്രമായിട്ട് ചോദിച്ചാൽ. പക്ഷേ പാർട്ട് ബിയിലാണെങ്കിൽ 7 മാർക്കിന് ഐഗൺ വാല്യൂവും ഐഗൺ വെക്ടറും കൂടെ കണ്ടുപിടിക്കാനാവും ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിന് നമുക്ക് 1 മാർക്കേ കിട്ടുള്ളൂ. ബാക്കി 6 മാർക്ക് ഓരോ ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കുന്നതിനാണ്. ഇപ്പം ഒരു ഐഗൺ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് ഐഗൺ വെക്ടർ കണ്ടുപിടിക്കുമ്പോൾ 2 മാർക്ക് കിട്ടും. അങ്ങനെ 3 ഐഗൺ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് 3 ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ 6 മാർക്കും ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്ന 1 മാർക്ക് കൂടെ ആഡ് ചെയ്ത് 7 മാർക്കാണ് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത്. പക്ഷേ അതേ ചോദ്യം തന്നെ ഐഗൺ വാല്യൂ മാത്രമായിട്ട് എ പാർട്ടിൽ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് 3 മാർക്ക് കിട്ടും. ഇപ്പോൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നതിന് 1 മാർക്ക്, സോൾവ് ചെയ്ത് ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുന്നതിന് 2 മാർക്ക്. അപ്പോൾ എ പാർട്ടിലാണെങ്കിൽ നമുക്ക് അഡ്വാൻറ്റേജ് കൂടുതലാണ്. ബി പാർട്ടിൽ ചോദിച്ചാൽ സെയിം സാധനത്തിന് നമുക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. ഓക്കെ, പക്ഷേ ബാക്കി ഐഗൺ വെക്ടേഴ്സ് ചെയ്യുന്നതിന് നമുക്ക് 2 മാർക്ക് വെച്ച് കിട്ടിക്കൊണ്ടിരിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ചുമ്മാ ഒന്ന് പറഞ്ഞേ ഉള്ളൂ. മാർക്ക് ഡിവിഷനൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം തീർച്ചയായിട്ടും. കാരണം മാർക്ക് ഡിവിഷൻ അനുസരിച്ചിട്ടാണ് മാർക്ക് ഇടുന്നത്. ഫൈനൽ ഉത്തരം നോക്കി മാത്രമല്ല, കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്റ്റെപ്പുകൾക്കാണ് മാർക്ക് വരുന്നത്. സ്റ്റെപ്പ് മാർക്കാണ് കറക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്യപ്പെടുന്നത് ആൻസർ കീ അനുസരിച്ച്. യെസ്, അപ്പോൾ എന്താണ് നമുക്കൊരു 2x2 മെട്രിക്സിൻ്റെയും 3x3 മെട്രിക്സിൻ്റെയും ഐഗൺ വാല്യൂസ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അടുത്തായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ഒരു 2x2 മെട്രിക്സിൻ്റെയും ഒരു 3x3 മെട്രിക്സിൻ്റെയും ഐഗൺ വാല്യൂസ് നമുക്ക് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം. ഐഗൺ വെക്ടേഴ്സ് നമ്മൾ പ്രോബ്ലത്തിലൂടെ പഠിച്ചാൽ മതി. അവിടെ തിയറട്ടിക്കലായിട്ടുള്ള ഇക്വേഷൻസ് ഒന്നും തന്നെ നമുക്ക് പറയാനില്ല. ആകപ്പാടെ പറയാനുള്ള ഒരു ഇക്വേഷൻ ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. ഇനി പക്ഷേ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ അറിഞ്ഞിരിക്കണം. സോ നമുക്ക് അതിലേക്ക് കയറാം. സോ ഫോർ എ 2x2 മെട്രിക്സ് നമുക്ക് എങ്ങനെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാം. ഓക്കെ, ഫോർ എ 2x2 മെട്രിക്സ് ശ്രദ്ധിക്കുക. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു 2x2 മെട്രിക്സ് ഞാൻ എഴുതുന്നുണ്ട്. A is equal to A11, A12, A21, A22. ഒരു ജനറൽ ആയിട്ടുള്ള ഒരു 2x2 മെട്രിക്സ് ഞാൻ എഴുതിയിട്ടുണ്ട്. സോ ദിസ് ഈസ് എ 2x2 മെട്രിക്സ്. ഇതിൻ്റെ ഐഗൺ വാല്യൂസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം. അപ്പോൾ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എന്ത് എഴുതണം? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതുന്നതിന് മുമ്പ് ഐഗൺ മെട്രിക്സ് എഴുതണം. ശ്രദ്ധിച്ചിരിക്കുക. ഐഗൺ മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? A മൈനസ് ലാംഡ ഐനെ വിളിക്കുന്ന പേരാണ് ഐഗൺ മെട്രിക്സ്. ഇത് എഴുതാനുള്ള ഒരു കുറുക്ക് വഴി അഥവാ എളുപ്പ വഴി, അതായത് ഐക്ക് നമ്മൾ 1 0 0 1 എന്ന് പറയുന്ന ഐഡന്റിറ്റി ഒന്നും കൊടുക്കാതെ തന്നെ ഏറ്റവും സിമ്പിളായിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം എഴുതാം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ഈ ഡയഗണൽ എലമെൻസിൽ നിന്ന് ലാംഡ മൈനസ് ചെയ്താൽ മതി. ഡയഗണൽ എലമെൻസിൽ നിന്ന് എന്ത് മൈനസ് ചെയ്താൽ മതി? ലാംഡ മൈനസ് ചെയ്താൽ മതി. അപ്പോൾ എന്ത് കിട്ടും? A11 മൈനസ് ലാംഡ, A12 അതേപോലെ തന്നെ A21, A22 മൈനസ് ലാംഡ. ഇത് തീർച്ചയായിട്ടും എഴുതണം. നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ ഇതുകൊണ്ട് യൂസ് ഒന്നും വരുന്നില്ലെങ്കിലും പക്ഷേ ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് ഇവൻ്റെ യൂസ് വരും. അപ്പോൾ അതുകൊണ്ട് ഇത് തീർച്ചയായിട്ടും നമ്മൾ എഴുതണം കേട്ടോ. ഇത് എഴുതുന്നതിന് മാർഗമുണ്ട്. ഐഗൺ മെട്രിക്സ് എഴുതുന്നതിന് മാർഗമുണ്ട്. ഓക്കെ, അപ്പോൾ A മൈനസ് ലാംഡ ഐനെ വിളിക്കുന്ന പേരാണെന്ത്? ഐഗൺ മെട്രിക്സ്. നെക്സ്റ്റ് സ്റ്റെപ്പിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ ഡിറ്റർമിനൻറ്റ് A മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. അപ്പോൾ CE അഥവാ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻറ്റ് A മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഇതാണ് നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ എഴുതേണ്ടത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പിൽ A മൈനസ് ലാംഡ ഐ എഴുതണം. അത് നമ്മൾ ഡയഗണലിൽ നിന്ന് ലാംഡ കുറച്ചാൽ മതി. പ്രിൻസിപ്പൽ ഡയഗണലിൽ നിന്ന് വേണം ലാംഡ മൈനസ് ചെയ്യാൻ. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനിൽ നിന്ന് ഫുള്ളായിട്ട് എഴുതുക. ഞാൻ CE എന്ന് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനൻറ്റ് A മൈനസ് ലാംഡ ഈസ് ഈക്വൽ ടു 0. അടുത്ത സ്റ്റെപ്പിൽ നമ്മൾ എഴുതുന്നത് ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന, അതായത് ഈ മെട്രിക്സ് നമ്മൾ ഡിറ്റർമിനൻ്റ് എടുത്ത് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഉത്തരമുണ്ട്, ഫൈനൽ ഉത്തരം. ആ ഫൈനൽ ഉത്തരത്തിലേക്ക് എത്താനുള്ള ഒരു കുറുക്ക് വഴിയാണ് നമ്മൾ അടുത്തായിട്ട് എഴുതാൻ പോകുന്നത്. പക്ഷേ ആ ഇക്വേഷൻ നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. 2/2 ആണെന്നുണ്ടെങ്കിൽ ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് A ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻറ്റ് A ഈക്വൽ ടു 0. ഈ ഇക്വേഷനാണ് നിങ്ങൾ അടിപൊളിയായിട്ട് ഓർത്ത് വെക്കേണ്ടത്.
ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ. ട്രേസ്, TR ഓഫ് എ എന്ന് പറഞ്ഞാൽ ട്രേസ് ഓഫ് എ എന്നാണ്. ട്രേസ് ശ്രദ്ധിച്ചിരിക്കുക. ട്രേസ് എന്ന് പറയും നമ്മൾ. ട്രേസ് എന്ന് പറയുന്നത് സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് ആണ്. ഒരു മെട്രിക്സിന്റെ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ട്രേസ്. ഡിറ്റർമിന്റ് എന്താണെന്ന് അറിയാം. 2/2 മെട്രിക്സിന്റെ ഡിറ്റർമിന്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാം, ശരിയല്ലേ? സോ അപ്പോൾ ഞാൻ അതൊന്ന് എടുത്തെഴുതാണ്. ഇതിനകത്ത് നമുക്ക് അറിയാത്ത ആൾക്കാർ ആരൊക്കെയാണ്? ട്രേസ് ഓഫ് എ എന്താണെന്ന് നിങ്ങൾ പുതിയതായിട്ട് പഠിക്കുകയാണ്. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ്. അതാണ് എന്തെന്ന് പറയുന്നത്? ട്രേസ് ഓഫ് എ. സോ ഇവിടെ പ്രിൻസിപ്പൽ ഡയഗണൽ ആരൊക്കെയാണ്? A11 A22 ആണ്. അതായത് A11 പ്ലസ് എന്താണ്? A22. A11 പ്ലസ് എന്താണ്? A22. ഓക്കെ. ഡിറ്റർമിൻ്റെ എല്ലാവർക്കും അറിയാം അല്ലേ? ഡിറ്റർമിൻ്റെ എന്ന് പറയുന്നത് എന്താണ്? ശ്രദ്ധിച്ചിരിക്കുക. A11 പ്രിൻസിപ്പൽ ഡയഗണൽ പ്രോഡക്റ്റ് മൈനസ് ഓഫ് ഡയഗണൽ പ്രോഡക്റ്റ് A21 ഇൻറ്റു A12. ക്ലിയർ? ഇതെല്ലാം കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. സോ ഇപ്പോൾ ഒരു 2/2 മെട്രിക്സിൻ്റെ കേസിലാണെങ്കിൽ എങ്ങനെയാണ് നമ്മൾ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കുക? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ഐഗൺ മെട്രിക്സ് എഴുതണം. A മൈനസ് ലാംഡ ഐ. അത് നിങ്ങൾ ഡയഗണൽ എലമെൻസിൽ നിന്ന് ലാംഡ മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എഴുതണം. ഡിറ്റർമിനൻറ്റ് A മൈനസ് ലാംഡ ഐ ഈസ് ഈക്വൽ ടു 0. തേർഡ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സോൾഡ് ആയിട്ടുള്ള ഫോർമാറ്റ് എഴുതണം. 3/3 ആണെങ്കിൽ വേറെ ഇക്വേഷൻ ആണ്. 2/2ൻ്റെ ഇക്വേഷൻ എന്താണ്? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിൻ്റെ എ ഈക്വൽ ടു 0. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ്. ഡിറ്റർമിൻ്റെ 2/2ൻ്റെ ഡിറ്റർമിൻ്റ് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് എല്ലാവർക്കും തീർച്ചയായിട്ടും അറിയാം. ഓക്കെ. അപ്പോൾ 2/2ൻ്റെ ഇക്വേഷൻസും കാര്യങ്ങളും ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? 3/3 മെട്രിക്സ് 100% ഇത് എക്സാമിന് വരും. തീർച്ചയായിട്ടും എക്സാമിന് വരും. നിങ്ങളിതെല്ലാം ഇനി എഴുതാൻ പോകുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ എഴുതേണ്ടിയും വരും. ഓക്കെ. അപ്പോൾ നമ്മുടെ 3/3 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂസ് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നോക്കാം. ഒരു കാര്യം കൂടെ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് പോയിന്റ് യു ഷുഡ് ഹാവ് ടു റിമെമ്പർ, ഐഗൺ വാല്യൂവിന് മറ്റൊരു പേരിലും അറിയപ്പെടും സ്പെക്ട്രം. ശ്രദ്ധിച്ചിരിക്കുക. ഐഗൺ വാല്യൂവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഇത്. ഇങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം പലരും ആൻസർ ചെയ്തിട്ടില്ല. ഐഗൺ വാല്യൂവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണ് എന്ത്? സ്പെക്ട്രം. എന്താണ്? സ്പെക്ട്രം. ഓക്കെ. ഇത് ഇങ്ങനെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. ഓൾസോ ഫൈൻഡ് ദ സ്പെക്ട്രം എന്ന് പറഞ്ഞിട്ട്, അതായത് കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. കോൺജുഗേറ്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം, നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്. A ട്രാൻസ്പോസ് A തന്നെ കിട്ടുകയാണെങ്കിൽ, കോൺജുഗേറ്റ് അല്ല, ട്രാൻസ്പോസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട്. അപ്പോൾ A ട്രാൻസ്പോസ് A തന്നെ കിട്ടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന ഒരു പേരുണ്ടായിരുന്നല്ലോ, സിമെട്രിക്. യെസ്, ആ ക്വസ്റ്റ്യൻ ഒന്ന് ഓർത്തെടുക്കായിരുന്നു ഞാൻ. ഒരു മെട്രിക്സ് തന്നിട്ട് അത് സിമെട്രിക് ആണെന്ന് ഷോ ചെയ്യാൻ പറഞ്ഞു. സിമെട്രിക് ആണെന്ന് ഷോ ചെയ്യാൻ പറഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പിൽ പറഞ്ഞത് ഓൾസോ ഫൈൻഡ് ദ സ്പെക്ട്രം എന്നാണ്. 3 മാർക്കിന് A പാർട്ടിൽ ചോദിച്ചൊരു ചോദ്യമാണ് പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാം. ശ്രദ്ധിച്ചിരിക്കുക. ഒരു ചോദ്യം തരുന്നു, ഒരു മെട്രിക്സ്, ഒരു 2/2 മെട്രിക്സ് തന്നിട്ട് നമ്മളോട് അവർ ആദ്യം പറയുന്നത് അത് സിമെട്രിക് ആണെന്ന് കാണിക്കാനാണ്. സിമെട്രിക് ആണെങ്കിൽ A ട്രാൻസ്പോസ് A തന്നെ ആവണം. അടുത്ത സ്റ്റെപ്പിൽ അവർ നമ്മളോട് പറയുന്നത് ഓൾസോ ഫൈൻഡ് ഇറ്റ് സ്പെക്ട്രം എന്നാണ്. അപ്പോൾ സ്പെക്ട്രം എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഐഗൺ വാല്യൂസിനെ തന്നെയാണ് നമ്മൾ ഏത് പേരിട്ട് വിളിക്കുക? സ്പെക്ട്രം എന്നുള്ള പേരിട്ട് വിളിക്കുക. അപ്പോൾ അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക. ഐഗൺ വാല്യൂവിനെ വിളിക്കുന്ന മറ്റൊരു പേരാണെന്ത്? സ്പെക്ട്രം. ഓക്കെ. സോ അപ്പോൾ നമ്മൾ 2/2ൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 100% എക്സാമിന് വരുന്ന 3/3ൻ്റെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ അടുത്തതായിട്ട് ഒരു 3/3 മെട്രിക്സിൻ്റെ കേസിൽ ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ശ്രദ്ധിക്കുക. ഫോർ എ 3/3 മെട്രിക്സ്. ഓക്കെ, ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ ജനറൽ ആയിട്ടുള്ള ഒരു 3/3 മെട്രിക്സ് ആദ്യം എഴുതുകയാണ്. A11 A12 A11 A12 A13 A21 A22 A23 A31 A32 A33. ഇപ്പോൾ ജനറൽ ആയിട്ടുള്ള ഒരു എ മെട്രിക്സ് ഞാൻ എഴുതാണ്. ഓക്കെ, ദെൻ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഇതിൻ്റെ ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? A മൈനസ് ലാംഡ ഐ. ഈ മെട്രിക്സിനെ വിളിക്കുന്ന പേരാണ് ഐഗൺ മെട്രിക്സ്. സോ അത് എഴുതാനുള്ള എളുപ്പവഴി എന്താണ്? നിങ്ങൾ ഈ ഡയഗണൽ എലമെന്റ്സ് ചെയ്യുന്നു, പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സ് ചെയ്യുന്ന ലാംഡ മൈനസ് ചെയ്ത് എഴുതിയാൽ മതി. സോ A11 മൈനസ് ലാംഡ, A12 A13 A21 A22 മൈനസ് ലാംഡ, A23 A31 A32
A33 മൈനസ് ലാംഡ. അപ്പോൾ ഞാൻ പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിൽ നിന്ന് ലാംഡ മൈനസ് ചെയ്തിട്ട് എ മൈനസ് ലാംഡ എഴുതി. അടുത്ത സ്റ്റെപ്പിൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഈക്വൽ ടു 0. ഡിറ്റർമിനൻറ്റ് എ മൈനസ് ലാംഡ ഐ ഇസ് ഈക്വൽ ടു 0 ഇസ് കോൾഡ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ഈ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം, ഫൈനലായിട്ട് വരുന്ന ഉത്തരം നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഓക്കെ, അതെന്താണെന്ന് ചോദിച്ചാൽ 3/3 മെട്രിക്സിൻ്റെ കേസിൽ വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് മൈനർ 11 പ്ലസ് മൈനർ 22 പ്ലസ് മൈനർ 33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0 മൈനസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇവനാണ് താരം. ഓക്കെ, ഉദയനാണ് താരം എന്നൊക്കെ നമ്മൾ പറയില്ലേ. അപ്പോൾ അതേപോലെ ദിസ് ഇക്വേഷൻ ഈസ് എ സ്റ്റാർ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം തീർച്ചയായിട്ടും നമ്മൾ ഇത് ഓർത്ത് വെച്ചാലേ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്ടേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ഇത് ഓരോന്നും എന്തൊക്കെയാണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ 2/2ൻ്റെ കേസ് തൊട്ട് മുമ്പേ നമ്മൾ ഡിസ്കസ് ചെയ്ത 2/2ൻ്റെ കേസിൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സോൾഡ് ആയിട്ടുള്ള ഫോർമാറ്റ് ഏതാണ്? പെട്ടെന്നൊന്ന് ഓർത്തെടുത്തേ, പഠിക്കണം, അടിപൊളിയായിട്ട് പഠിക്കണം. ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0. അതായിരുന്നു നമ്മുടെ ഇക്വേഷൻ. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്തായിരുന്നു? പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മായിരുന്നു. ഡിറ്റർമിനൻ്റ് എ എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം. 2/2 മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം. 3/3യുടെ നിങ്ങൾ ഒരുപാട് അടിപൊളിയായിട്ട് ചെയ്ത് പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ദെൻ ശ്രദ്ധിച്ചിരിക്കുക. 3/3 മെട്രിക്സിൻ്റെ കേസിലാണെങ്കിൽ എ മൈനസ് ലാംഡ ഐ എന്ന് പറയുന്നതാണ് ഐഗൺ മെട്രിക്സ്. ഡിറ്റർമിനൻ്റ് എ മൈനസ് ലാംഡ ഈക്വൽ ടു 0 എന്ന് പറയുന്നതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സോൾഡ് ആയിട്ടുള്ള ഫോർമാറ്റ് നിങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം. എന്താണ് 3/3 മെട്രിക്സിൻ്റെ കേസിൽ ഇക്വേഷൻ എന്താണ്? ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് മൈനർ 11 പ്ലസ് മൈനർ 22 പ്ലസ് മൈനർ 33, അത് M11 പ്ലസ് M22 പ്ലസ് M33 എന്ന് പഠിച്ചാൽ മതി, ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു എന്താണ്? 0. ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ഈ ഇക്വേഷൻ തീർച്ചയായിട്ടും കാണാതെ പഠിച്ചു വെക്കേണ്ട ഇക്വേഷനാണ്. ഒന്നുകൂടെ പറയാം. ലാംഡ ക്യൂബ് മൈനസ് ട്രേസ് ഓഫ് എ ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് മൈനർ 11 പ്ലസ് മൈനർ 22 പ്ലസ് മൈനർ 33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് എ ഈക്വൽ ടു 0. നമ്മൾ ഓൾട്ടർനേറ്റ് ആയിട്ടാണ് മൈനസും പ്ലസും കൊടുക്കുക കേട്ടോ. ആദ്യം മൈനസ്, പിന്നെ പ്ലസ്, പിന്നെ മൈനസ്. ഓക്കെ, മറ്റേ ഇക്വേഷൻ്റെ കേസിലും അതേപോലെ തന്നെ ആയിരുന്നു. ആദ്യം മൈനസ്, പിന്നെ പ്ലസ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഓരോന്നും എന്തൊക്കെയാണെന്ന് പറയാം. ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് എന്താണെന്ന് അറിയാം. ട്രേസ് ഓഫ് എ സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻറ്റ്സ്. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടിക്കോളൂ. A11 പ്ലസ് A22 പ്ലസ് A33. ക്ലിയർ ആണല്ലോ. M11 എന്ന് പറയുന്നത് മൈനർ 11. മൈനർ കണ്ടുപിടിക്കാൻ നിങ്ങൾ +2 പഠിച്ചിട്ടുണ്ട്. അതായത് ഈ 1/1 പൊസിഷനിലെ റോയും എലിമിനേറ്റ് ചെയ്യണം, 1/1 പൊസിഷനിലെ കോളോ എലിമിനേറ്റ് ചെയ്യണം. ഇതാണ് 1/1 പൊസിഷൻ. കോളോ എലിമിനേറ്റ് ചെയ്യണം. എന്നിട്ട് ബാക്കി വരുന്ന 4 പേരുടെ ഡിറ്റർമിനൻറ്റ്, അതായത് ഡിറ്റർമിനൻറ്റ് A22, A23, A32, A33. ഇതാണ് എന്തെന്ന് പറയുന്നത്? മൈനർ 11 എന്ന് പറയുന്നത്. ഈ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാം. എന്താണ്? A22 ഇൻറ്റു A33 മൈനസ് A32 ഇൻറ്റു A23. ക്ലിയർ. അതേപോലെ തന്നെ മൈനർ 22 എന്ന് പറയുന്നത് എന്തായിരിക്കും? മൈനർ 22th പൊസിഷനിലുള്ള റോയും കോളോ എലിമിനേറ്റ് ചെയ്യണം. ഇതാണ് 22th പൊസിഷൻ. ഇവിടുത്തെ റോയും എലിമിനേറ്റ് ചെയ്യണം, കോളോ എലിമിനേറ്റ് ചെയ്യണം. ബാക്കി വരുന്ന ഈ 4 പേരുടെ ഡിറ്റർമിനൻറ്റ്, അതായത് ഡിറ്റർമിനൻറ്റ് A11, A13, A31, A33. ഇത് ഇവാലുവേറ്റ് ചെയ്യാൻ എല്ലാവർക്കും അറിയാമല്ലോ. നെക്സ്റ്റ് മൈനർ 33 എന്ന് പറയുന്നത് എന്താണ്? 33th പൊസിഷൻ. ഇതാണ് 33th പൊസിഷൻ. ആ റോയും ആ കോളവും എലിമിനേറ്റ് ചെയ്തിട്ട് ഡിറ്റർമിനൻറ്റ് എക്സ്ക്ലൂഡിങ് ദ റോ ആൻഡ് കോളം കണ്ടെയ്നിങ് ദാറ്റ് പർട്ടിക്കുലർ എലമെൻറ്റ്. അപ്പം ബാക്കി വരുന്ന 4 പേരുടെ ഡിറ്റർമിനൻറ്റ് എന്താണ്? A11, A12, A21, A22. ക്ലിയർ. സോ ഇതാണ് മൈനർ 11, മൈനർ 22, മൈനർ 33. ഇതിന് ഓരോന്നും കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂസ് കണ്ടുപിടിക്കണം. അതെല്ലാം കൂടെ ആഡ് ചെയ്യണം. കൂടെ ലാംഡ എഴുതണം.
മൈനസ് 3/3യുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ എല്ലാവർക്കും അറിയാം 3/3 മെട്രിക്സിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ A11 ഇൻറ്റു ഈ റോയും ഈ കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ് മൈനസ് A12 ഇൻറ്റു ഈ റോയും ഈ കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ് പ്ലസ് A13 ഇൻറ്റു ഈ റോയും ഈ കോളവും കളഞ്ഞ് ബാക്കി 4 പേരുടെ ഡിറ്റർമിനന്റ്. അതാണ് ഡിറ്റർമിനന്റ് ഓഫ് എ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഉത്തരവും നമുക്ക് കിട്ടും. ഓക്കെ, ആ ഉത്തരങ്ങളെല്ലാം കൂടെ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സോൾഡ് ഫോർമാറ്റ് കിട്ടും. ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് കാൽക്കുലേറ്റർ ഡിറ്റർമിനന്റ് നമുക്ക് കാൽക്കുലേറ്ററിൽ കാൽക്കുലേറ്റ് ചെയ്യാം കേട്ടോ. അത് എങ്ങനെയാണെന്ന് അറിയാത്തവർ തീർച്ചയായിട്ടും അറിയാവുന്നവരോട് ചോദിച്ച് മനസ്സിലാക്കുക. ടീച്ചേഴ്സിനോട് നിങ്ങൾക്ക് കോളേജിൽ ടീച്ചേഴ്സിനോട് ചോദിച്ച് മനസ്സിലാക്കാം. അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒന്ന് യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഹൗ ടു ഫൈൻഡ് ദി ഡിറ്റർമിനന്റ് ഓഫ് എ മെട്രിക്സ് യൂസിങ് കാൽക്കുലേറ്റർ. സ്ക്വയർ മെട്രിക്സ് എന്ന് പ്രത്യേകം ടൈപ്പ് ചെയ്യുക. 2/2 മെട്രിക്സ് അല്ലെങ്കിൽ 3/3 മെട്രിക്സിൻ്റെ ഡിറ്റർമിനന്റ് എങ്ങനെ കാൽക്കുലേറ്ററിൽ കണ്ടുപിടിക്കാം എന്നുള്ളത് തീർച്ചയായിട്ടും മാനുവലായിട്ട് ചെയ്ത് പഠിക്കുന്നത് തന്നെയാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് എല്ലാ സ്റ്റുഡൻസിനോടും. പക്ഷേ തീരെ ബുദ്ധിമുട്ടുള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഡിറ്റർമിനന്റ് ഇവാലുവേഷനൊക്കെ തെറ്റിക്കാൻ പാടില്ല. അതുകൊണ്ട് അത് തെറ്റിയാൽ നമ്മുടെ ഫുൾ മാർക്ക് പോകും. ഇപ്പം നമുക്ക് ഈ ഒരു കാൽക്കുലേഷനിലൊക്കെ എവിടെയെങ്കിലും ഒരു ചെറിയ പ്ലസ്സോ മൈനസോ തെറ്റിയാൽ മതി, 7 മാർക്ക് ഒറ്റയടിക്ക് പോകും. അതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. കാരണം നമ്മുടെ ആദ്യമേ വരുന്ന ഒരു അശ്രദ്ധ കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബേസിൻ്റെ കുറവ് കൊണ്ട് സംഭവിക്കുന്നതായിരിക്കാം. ഒരു ചെറിയ മിസ്റ്റേക്ക് മതി, മാലപ്പടക്കം പോലെ കംപ്ലീറ്റ് തെറ്റിപ്പോകും. കാരണം ഇതിൻ്റെ അനുസരിച്ചിട്ടാണ് നമ്മൾ ഇനി ഈ എയ്ഗൺ വാല്യൂ തെറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എയ്ഗൺ വെക്ടേഴ്സ് ഫുള്ള് തെറ്റായിരിക്കും നിങ്ങൾ ചെയ്യുന്നത്. അപ്പം അത് അങ്ങനെ സംഭവിക്കരുത്. അതുകൊണ്ട് തന്നെ നമ്മൾ അഷുറൻസ് വരുത്തണം എല്ലായ്പ്പോഴും നമ്മൾ ചെയ്യുന്നത് ശരിയാണെന്നുള്ളത്. അപ്പോൾ അതിനുവേണ്ടി കാൽക്കുലേറ്ററിൻ്റെ സഹായം നമുക്ക് തേടാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു. സോ ഒന്നുകൂടെ ഒന്ന് നമുക്ക് റിവൈസ് ചെയ്യാം. 2/2 മെട്രിക്സിൻ്റെ കേസിൽ ആദ്യം നമ്മൾ A-λI എഴുതുക. അതാണ് ഐഗൺ മെട്രിക്സ് എന്ന് പറയുന്നത്. ഡിറ്റർമിൻറ്റ് A-λI = 0 ആണ് എന്തെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സിനെയാണ് ഐഗൺ വാല്യൂസ് എന്നുള്ള പേരിട്ട് വിളിക്കുക. ആ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ റൂട്ട്സ് സോൾഡ് ഫോർമാറ്റിൽ എങ്ങനെ കണ്ടുപിടിക്കാനായിട്ട് യൂസ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? ഇൻ ദ കേസ് ഓഫ് 2/2 ആണെങ്കിൽ λ² മൈനസ് ട്രേസ് ഓഫ് A × λ പ്ലസ് ഡിറ്റർമിൻറ്റ് A = 0. 3/3 മെട്രിക്സിൻ്റെ കേസിലാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോർമുല ഏതാണ്? λ³ മൈനസ് ട്രേസ് ഓഫ് A × λ² പ്ലസ് -1 പ്ലസ് -22 പ്ലസ് -33 × λ മൈനസ് ഡിറ്റർമിൻറ്റ് A = എന്താണ്? 0. ഈ ഇക്വേഷൻ അടിപൊളിയായിട്ട് പഠിച്ചു വെക്കണം തീർച്ചയായിട്ടും. ഓക്കെ, അതിൽ ഓരോന്നും എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെൻസിൻ്റെ സമ്മാണ്. മൈനർ എങ്ങനെ കണ്ടുപിടിക്കണം എന്ന് ഓൾറെഡി ഞാൻ നിങ്ങളോട് പറഞ്ഞു. അടിപൊളി. യെസ്, അപ്പോൾ നമ്മുടെ തിയറിറ്റിക്കൽ കൺസെപ്റ്റ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് പ്രീവിയസ് യൂണിവേഴ്സിറ്റി എക്സാമിന് 3 മാർക്ക് സെക്ഷനിൽ ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസും കൂടെ ഈ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോ അപ്പോൾ നമുക്ക് നേരെ ചോദ്യങ്ങളിലേക്ക് കയറാം. സോ അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ നിങ്ങളോട് സൂചിപ്പിച്ച പോലെ യൂണിവേഴ്സിറ്റി എക്സാമിന് പ്രീവിയസ് പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണിത്. ഷോ ദാറ്റ് ദ ഫോളോയിങ് മെട്രിക്സ് ഈസ് സിമെട്രിക് ആൻഡ് ഓൾസോ ഫൈൻഡ് ദ സ്പെക്ട്രം ഓഫ്. സോ ഈ മെട്രിക്സ് സിമെട്രിക് ആണെന്ന് കാണിക്കണം. അപ്പോൾ സ്പെക്ട്രം കണ്ടുപിടിക്കാൻ പറയുന്നതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിക്കുന്നത്? ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് ആൻസർ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം എ എന്ന് പറയുന്നത് എന്താണ്? 1 2 1 2 2 -2. എ ട്രാൻസ്പോസ് എടുത്തോളൂ. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് എന്താണ്? ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കണം. ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം ആക്കിയാൽ 1 2, സെക്കൻഡ് റോ സെക്കൻഡ് കോളം ആക്കിയാൽ 2 -2. നിങ്ങൾക്ക് എ തന്നെയല്ലേ തിരിച്ച് കിട്ടുന്നത്? 1 2 2 -2 ഈക്വൽ ടു എന്ത് തന്നെയാണ്? എ. സോ എ ട്രാൻസ്പോസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? എ എന്ന് എഴുതാം. ദെർഫോർ എന്താണ്? എ ഈസ് സിമെട്രിക്. എ ഈസ് എന്താണ്? സിമെട്രിക്. എ ട്രാൻസ്പോസ് -A ആണെങ്കിൽ സ്ക്യൂ സിമെട്രിക്കും, എ ട്രാൻസ്പോസ് എ തന്നെയാണെങ്കിൽ എന്താണ്? സിമെട്രിക്. അപ്പോൾ സിമെട്രിക് ആണെന്ന് മനസ്സിലായി. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്? സ്പെക്ട്രം കണ്ടുപിടിക്കണം, ഐഗൺ വാല്യൂസ് കണ്ടുപിടിക്കണം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ആദ്യം എന്ത് എഴുതണം? ഐഗൺ മെട്രിക്സ് A-λI എഴുതണം. അത് എഴുതാനുള്ള എളുപ്പവഴി എന്താണ്? ഡയഗണൽ എലമെന്റ്സിൽ നിന്ന് ലാംഡ കുറച്ചാൽ മതി. 1 - λ 2 2 -2 -λ. ഓക്കെ, സോ A-λI എഴുതി. നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്താണ്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്താണ്? ഡിറ്റർമിനന്റ് A-λI ഈക്വൽ ടു എന്താണ്? 0. ഡിറ്റർമിനന്റ് A-λI ഈസ് ഈക്വൽ ടു എന്താണ്? 0. ഇതാണ് എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഇത് നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്ത് എഴുതണം? 2/2 മെട്രിക്സിന്റെ സോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ λ² മൈനസ് ട്രേസ് ഓഫ് A × λ പ്ലസ് ഡിറ്റർമിനന്റ് A = 0. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് കണ്ടുപിടിക്കണം? ട്രേസ് കണ്ടുപിടിക്കണം, ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം. ട്രേസ് ഓഫ് A എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ഡയഗണൽ എലമെന്റ്സിന്റെ സമ്മാണ്.
1 പ്ലസ് മൈനസ് 2 1 പ്ലസ് മൈനസ് 2 1 മൈനസ് 2 മൈനസ് 1 വരും. ഡിറ്റർമിൻ്റെ എല്ലാവർക്കും അറിയാം കാൽക്കുലേറ്റ് ചെയ്യാൻ. ഡിറ്റർമിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യൂ. 1 ഇൻറ്റു മൈനസ് 2 മൈനസ് 2 ഇൻറ്റു 2 4 മൈനസ് 2 മൈനസ് 4 എന്താണ്? മൈനസ് 6. ക്ലിയർ? ഇനി ഈ വാല്യൂസ് നമ്മൾ ഇവിടെ കൊടുത്താൽ എന്ത് വരും? ലാംഡ സ്ക്വയർ മൈനസ് ട്രേസ് ഓഫ് എ എന്ന് പറയുന്നത് -1 ആണ് ഇൻറ്റു ലാംഡ പ്ലസ് ഡിറ്റർമിൻ്റെ എന്ന് പറയുന്നത് -6 ആണ് ഈക്വൽ ടു എന്താണ്? 0. സോ ലാംഡ സ്ക്വയർ 2 മൈനസ് ചേർന്നിട്ട് പ്ലസ് ആവും. 1 ഇൻറ്റു ലാംഡ പ്ലസ് ഇൻറ്റു -6 ഈക്വൽ ടു എന്താണ്? 0. സോ ഇതാണ് നമ്മുടെ സോൾഡ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ റൂട്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ലാംഡ സ്ക്വയർ പ്ലസ് ലാംഡ -6 ഈക്വൽ ടു 0ൻ്റെ റൂട്ട്സ് ആണ് ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്ക് സമ്മും പ്രോഡക്റ്റും എടുത്തു നോക്കാം. സം എന്ന് പറയുന്നത് ലാംഡയുടെ കോയിഫിഷ്യൻറ്റ് 1, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ലാംഡ സ്ക്വയറിൻ്റെ കോയിഫിഷ്യൻറ്റ് ഇൻറ്റു കോൺസ്റ്റൻറ്റ് -6. നമ്പേഴ്സ്, രണ്ട് നമ്പേഴ്സ് ആഡ് ചെയ്താൽ 1 മൾട്ടിപ്ലൈ ചെയ്താൽ -6 വരണം. 2ഉം 3ഉം ആണ് നമ്പേഴ്സ് വരിക. -2ഉം 3ഉം അല്ലേ? -2ഉം 3ഉം ആഡ് ചെയ്താൽ 1 വരും, ഗുണിച്ചാൽ -6 വരും. സോ ലാംഡ -2 ഇൻറ്റു ലാംഡ പ്ലസ് 3 ഈക്വൽ ടു 0 എന്ന് വരും. അവിടുന്ന് ലാംഡയുടെ വാല്യൂ 2 കിട്ടും ഒരു സൊല്യൂഷൻ. ലാംഡയുടെ വാല്യൂ -3 കിട്ടും അടുത്ത സൊല്യൂഷൻ. സോ വാട്ട് ആർ ദി ഐഗൺ വാല്യൂസ്? 2 ആൻഡ് -3 ആണ് നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. ക്ലിയർ? ഈ ഒരു ചോദ്യം അടിപൊളിയായിട്ട് നിങ്ങൾ പഠിച്ചു വെക്കുക. തീർച്ചയായിട്ടും എക്സാമിനേഷന് ചോദിക്കാൻ സാധ്യതയുള്ള 3 മാർക്ക് സെക്ഷനിൽ ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യമാണ് ഒരു ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുക എന്ന് പറയുന്നത്. സോ അപ്പോൾ നമുക്കൊരു 3/3 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂയും കൂടെ കണ്ടുപിടിച്ച് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. അതിനു മുമ്പ് നിങ്ങൾ ശ്രദ്ധിക്കുക, ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർ ഡയറക്റ്റ് കാൽക്കുലേറ്ററിൽ സോൾവ് ചെയ്യാം. കാൽക്കുലേറ്ററിൽ ഈ കോയിഫിഷ്യൻസ് ആയിട്ടുള്ള 1ഉം ഇവിടുത്തെ കോയിഫിഷ്യൻറ്റ് 1ഉം കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള -6ഉം നമ്മൾ ABC കോൺസ്റ്റൻസ് ആയിട്ട് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നേരിട്ട് കാൽക്കുലേറ്റർ നമുക്ക് ഉത്തരം പറഞ്ഞു തരും. സോ അവിടെ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈസി ടു സ്കോർ ആണ് മാർഗം എന്ന് പറയുന്നത്. ഇക്വേഷൻസ് പക്ഷേ കാൽക്കുലേറ്റർ പറഞ്ഞു തരില്ല, നമ്മൾ തന്നെ എഴുതേണ്ടി വരും. ഓക്കെ, എങ്കിലും നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അറിയത്തില്ലെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ആളുകളോട് ചോദിച്ച് മനസ്സിലാക്കുക, അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യുക ഹൗ ടു ഫൈൻഡ് the roots of a second degree equation and third degree equation using calculator. third degree equation അത് നമ്മൾ ഡിഗ്രി മാറ്റി കൊടുത്താൽ മതി. കാൽക്കുലേറ്ററിൽ തന്നെ കോയിഫിഷ്യൻസ് ടൈപ്പ് ചെയ്ത് നമുക്ക് ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമുക്ക് ഒരു 3/3 മെട്രിക്സിൻ്റെ ഐഗൺ വാല്യൂടെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് ക്ലാസ് അവസാനിപ്പിക്കാം. എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ നമുക്ക് കൂടുതൽ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, സോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് കയറാം. ഫൈൻഡ് ദി ഐഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ്. ഒരു 3/3 മെട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിൻ്റെ ഐഗൺ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് പാർട്ട് എയിൽ ഈ ചോദ്യം ചോദിച്ചാൽ നമുക്ക് 3 മാർക്കിന് ഈ ചോദ്യം കിട്ടും. പാർട്ട് ബിയിൽ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ വെക്റ്റേഴ്സ് എന്ന് പറഞ്ഞ് 7 മാർക്കിനാണ് ചോദിക്കുന്നതെങ്കിൽ ഈ ചോദ്യത്തിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്ക് നമുക്ക് 1 മാർക്ക് കിട്ടുള്ളൂ. പക്ഷേ ആ 1 മാർക്ക് ഉണ്ടെങ്കിലേ ബാക്കിയുള്ള 6 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ, ആ 1 മാർക്ക് കറക്റ്റ് ആണെങ്കിൽ. അപ്പോൾ അതെപ്പോഴും ശ്രദ്ധിക്കുക. തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് ചെയ്ത് പഠിക്കേണ്ട ടോപ്പിക്കാണിത്. സോ ഫൈൻഡ് ഐഗൺ വാല്യൂസ് ഓഫ് ദ മെട്രിക്സ്. ഒരു മെട്രിക്സ് വന്നിട്ടുണ്ട്, നമ്മുടെ ഐഗൺ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. 3/3 മെട്രിക്സ് ആണ്. അപ്പോൾ നമുക്ക് ഷോർട്ട് കട്ട്സ് ഒക്കെ അറിയാമല്ലേ, ചെയ്യാനുള്ള വഴികളൊക്കെ അറിയാം. സോ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ജോലി എന്താണ്? ഫസ്റ്റ് ജോലി നമുക്കറിയാം A - λI. A - λI എന്ന് പറയുന്ന ഐഗൺ മെട്രിക്സ് എഴുതുക. ഡയഗണലിൽ നിന്നെല്ലാം ലാംഡ മൈനസ് ചെയ്യുക. 3 - λ 5 3 0 4 - λ 6 0 0 1 - λ. ഓക്കെ, ഇതിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. ഈ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല. പക്ഷേ ഐഗൺ വെക്ടർ കൂടെ കണ്ടുപിടിക്കുന്ന പ്രോബ്ലത്തിൽ ഇവൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ നമുക്ക് ഇവൻ്റെ ആവശ്യം വരും. ഓക്കെ, സോ അപ്പോൾ നമുക്ക് നെക്സ്റ്റ് എന്താണ് എഴുതേണ്ടത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. ശ്രദ്ധിച്ചിരിക്കുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഡിറ്റർമിനൻറ്റ് A - λI ഈക്വൽ ടു 0. ഇതാണ് ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ. 3/3 ആണെങ്കിൽ ഇത് സോൾവ് ചെയ്യുമ്പോൾ വരുന്നത് എങ്ങനെയായിരിക്കും? λ³ മൈനസ് ട്രേസ് ഓഫ് A ഇൻറ്റു ലാംഡ സ്ക്വയർ പ്ലസ് M11 പ്ലസ് M22 പ്ലസ് M33 ഇൻറ്റു ലാംഡ മൈനസ് ഡിറ്റർമിനൻ്റ് A ഈക്വൽ ടു എന്താണ്? 0. മൈനസ് ഡിറ്റർമിനൻ്റ് A ഈക്വൽ ടു എന്താണ്? 0. ഓക്കെ, സോ ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം. ട്രേസ് ഓഫ് A. ട്രേസ് ഓഫ് A എന്ന് പറയുമ്പോൾ എന്താണ്? ഡയഗണൽ എലമെൻറ്റ്സ് നമ്മൾ ആഡ് ചെയ്താൽ മതി. 3 + 4 + 1 4 3 7 1 8. ഓക്കെ ആണെന്ന് വിചാരിക്കുന്നു.
ദെൻ അടുത്ത എന്താണ് കണ്ടുപിടിക്കേണ്ടത്? M11 കണ്ടുപിടിക്കണം. M11 എന്ന് പറയുമ്പോൾ ഈ 1th പൊസിഷനിൽ റോയും കോളവും കളഞ്ഞിട്ട് ബാക്കി 4 പേരുടെ ഡിറ്റർമിനൻറ്റ് 4, 6, 0, 1 എന്താണ് വരിക? 4 - 0, ഉത്തരം 4 ആണ് വരിക. നെക്സ്റ്റ് M22 22th പൊസിഷനിൽ റോയും കോളവും കളഞ്ഞിട്ട് എന്ത് കണ്ടുപിടിക്കണം? നമ്മൾ ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്യണം. 22th പൊസിഷൻ ഇതാണ്, ഈ 4 ആണ്. അപ്പോൾ ആ റോയും കോളവും കളഞ്ഞാൽ ബാക്കിയുള്ള 4 എൻഡിൽ നിൽക്കുന്ന 4 പേരുടെ ഡിറ്റർമിനൻറ്റ് 3 × 1 3, 0, 1 ഇങ്ങനെ എഴുതിയിട്ട് നമുക്ക് ചെയ്യാം. അല്ലെങ്കിൽ നേരിട്ട് ഡിറ്റർമിനൻറ്റ് ഇവാലുവേറ്റ് ചെയ്താൽ മതി. 3 × 1 3 - 0 × 3 0. ആൻസർ എന്താണ് വരിക? 3 ആണ് വരിക. നെക്സ്റ്റ് M33 33th പൊസിഷൻ 1 ആണ്. അപ്പോൾ ഈ റോയും ഈ കോളവും പോവും. ബാക്കിയുള്ള 4 പേരുടെ ഡിറ്റർമിനൻറ്റ് 3, 5, 0, 4 എന്താണ് വരിക? 12 - 0. ആൻസർ എന്താണ്? 12. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് ആരുടെ ആവശ്യമുണ്ട്? ഡിറ്റർമിനൻ്റ് എയുടെ ആവശ്യമുണ്ട് അല്ലേ? സോ അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻ്റ് ഇവാലുവേറ്റ് ചെയ്യാം. ഡിറ്റർമിനൻ്റ് ഈസ് ഈക്വൽ ടു 3 × 3 ഉള്ള റോയും കോളവും കളഞ്ഞാൽ ബാക്കി 4 പേരുടെ ഡിറ്റർമിനൻറ്റ് 4 - 0 -5 × 5 ഉള്ള റോയും കോളവും കളയുന്നു 0 × 1 0 -0 × 6 0 +6 × 6 ഉള്ള റോ 6 അല്ല 3 ആണല്ലേ. 3 × 3 ഉള്ള റോയും കോളവും കളയുന്നു 0 × 0 0 -0 × 4 എന്താണ്? 0. ഓക്കെ. അപ്പോൾ അൾട്ടിമേറ്റ്ലി ആൻസർ എന്ത് മാത്രമേ വരുന്നുള്ളൂ? 12 മാത്രമേ വരുന്നുള്ളൂ. ഇതെല്ലാം എന്തായി പോകും? 0. സോ ഡിറ്റർമിനൻ്റ് എന്ന് പറയുന്നത് എന്താണ്? 12 ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ അപ്പോൾ നമ്മുടെ ഫൈനൽ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ എന്ത് വരും? λ³ മൈനസ് ട്രേസ് ഓഫ് എ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് 8 ആണ് ഇൻറ്റു λ² പ്ലസ് M11 പ്ലസ് M22 പ്ലസ് M33 ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുക. 4 3 7 7 12 19 അല്ലേ? ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് 3 കൂടെ ആഡ് ചെയ്താൽ 19 അല്ലേ വരിക? 12 3 15 4 19 ലാംഡ മൈനസ് ഡിറ്റർമിൻ്റെ എന്താണ്? ഡിറ്റർമിൻ്റെ 12 ഈക്വൽ ടു എന്താണ്? 0. സോ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ്റെ സോൾഡ് ആയിട്ടുള്ള ഫോർമാറ്റ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷൻ തന്നെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ഈ ഇക്വേഷൻ്റെ റൂട്ട്സ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. റൂട്ട്സ് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് കണ്ടുപിടിക്കാം. 3rd ഡിഗ്രി ആണ്. കാൽക്കുലേറ്ററിൽ ഡിഗ്രി 3 സെലക്ട് ചെയ്തിട്ട് കോയിഫിഷ്യൻസ് ആയിട്ടുള്ള 1ഉം -8ഉം 19ഉം -12ഉം നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. λ = 1ഉം 3ഉം 4ഉം ആയിരിക്കും നിങ്ങൾക്ക് ആൻസേഴ്സ് വരിക. ഓക്കെ. ഇങ്ങനെ 3 ആൻസേഴ്സ് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ കാണിക്കും. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് കാൽക്കുലേറ്റർ ചെയ്യുക കേട്ടോ. യെസ്. അപ്പോൾ ഒരു 3/3 മെട്രിക്സിൻ്റെ എങ്ങനെയാണ് സോൾവ് ചെയ്തെടുക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞു. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഗേറ്റ് എക്സാം പോലെയുള്ള പരീക്ഷകൾക്ക് തീർച്ചയായിട്ടും കാൽക്കുലേറ്ററിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓക്കെ. സോ ഗേറ്റ് എക്സാം പോലെയുള്ള പരീക്ഷകളാണെങ്കിൽ നമുക്ക് മറ്റൊരു മെത്തേഡാണ് യൂസ് ചെയ്യുക. ആദ്യം ഒരു ട്രയൽ ആൻഡ് എറർ മെത്തേഡ് യൂസ് ചെയ്യും. ട്രയൽ ആൻഡ് എറർ മെത്തേഡ് അനുസരിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു വാല്യൂ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കിയിട്ട് അതിനെ റൂട്ടായിട്ട് കൺസിഡർ ചെയ്യും. എന്നിട്ട് ആ റൂട്ടിൻ്റെ സഹായത്തോടു കൂടി മറ്റുള്ള 2 റൂട്ട്സ് കണ്ടുപിടിക്കും. അത് സിന്തറ്റിക് ഡിവിഷൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ആ ഒരു മെത്തേഡ് കൂടെ നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം. കാരണം കാൽക്കുലേറ്റർ ഉപയോഗിക്കാൻ പറ്റാത്ത കോമ്പറ്റീറ്റീവ് പരീക്ഷകൾക്ക്, മത്സര പരീക്ഷകൾക്ക് നമുക്ക് ഈ മെത്തേഡ് സഹായം ചെയ്യും. പ്രത്യേകിച്ചും പബ്ലിക് സർവീസ് കമ്മീഷൻ്റെ പരീക്ഷകൾക്ക് ഇത് വളരെയധികം യൂസ്ഫുൾ ആണ്. സോ അപ്പോൾ നമുക്ക് ആ ഒരു മെത്തേഡ് കൂടെ ഒന്ന് അറിഞ്ഞിരിക്കാം. സോ കാൽക്കുലേറ്ററിൻ്റെ സഹായം ഇല്ലാതെ ഈ ഇക്വേഷൻ എങ്ങനെ സോൾവ് ചെയ്യാം എന്നുള്ളതും കൂടെ നിങ്ങൾ തീർച്ചയായിട്ടും പഠിക്കണം. നിങ്ങളുടെ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ കാൽക്കുലേറ്റർ യൂസ് ചെയ്താൽ മതി. അല്ലെങ്കിൽ നിങ്ങളുടെ എക്സാമുകൾക്കെല്ലാം തന്നെ കോളേജുകളിലെ പരീക്ഷകൾക്ക് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്ത് ചെയ്യാം. പക്ഷേ ഒരു കോമ്പറ്റീറ്റീവ് എക്സാം സിനാരിയോയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് മറ്റുള്ള മെത്തേഡുകൾ യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ അവിടെ നമ്മൾ ട്രയൽ ആൻഡ് എറർ മെത്തേഡ്, അതായത് നമ്മൾ ട്രയലായിട്ട് കുറച്ച് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. λ = 1 ആണ് നമ്മൾ ആദ്യം കൊടുക്കുന്ന ട്രയൽ. സാറ്റിസ്ഫൈ ആയില്ലെങ്കിൽ -1 കൊടുക്കും, അതിനുശേഷം 2 കൊടുക്കും, അതിനുശേഷം -2 കൊടുക്കും. ഇതിലേതെങ്കിലുമൊക്കെ ഒരു വാല്യൂ എന്തായാലും സാറ്റിസ്ഫൈ ആവുന്നതായിരിക്കും. ലാംഡയ്ക്ക് 1 കൊടുത്താൽ 1³ - 8 × 1² + 19 × 1 - 12. ഇത് ചെയ്യുമ്പോൾ 1 - 8 + 19 - 12 -7 + 7 വരും. ഉത്തരം 0 ആണ് വരിക. അപ്പോൾ സാറ്റിസ്ഫൈഡ് ആണ്. ദെർഫോർ λ = 1 ഈസ് എ റൂട്ട് എന്ന് നമുക്ക് പറയാം. λ = 1 എന്ന് പറയുന്നത് എന്താണ്? ഒരു റൂട്ടാണ്. ഇനി എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ കോയിഫിഷ്യൻസ് എല്ലാം നമ്മളിങ്ങനെ എടുത്തെഴുതും. 1 -8 19 -12. ഓക്കെ. അതിനുശേഷം എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മുടെ റൂട്ടായിട്ടുള്ള 1 ഇവിടെ നമ്മളിങ്ങനെ എടുത്തെഴുതും. ഓക്കെ.
എന്താണോ റൂട്ട് കിട്ടുന്നത് അത് നമ്മൾ ഇങ്ങനെ എടുത്തെഴുതും. എന്നിട്ട് എന്താ ചെയ്യാന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് വാല്യൂ നമ്മൾ നേരെ താത്തി എഴുതും. ഓക്കെ, താഴെ എഴുതും. എന്നിട്ട് ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യും. 1 × 1 എന്ന് പറയുന്നത് എന്താണ്? 1. അത് നമ്മൾ ഇവിടെ എഴുതും. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. -8 + 1 എന്താണ്? -7. എന്നിട്ട് ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യും. 1 × -7 എന്താണ്? -7. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യും. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 12 വരും. എന്നിട്ട് 1 × 12 എന്താണ്? 12. എന്നിട്ട് ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ 0 വരും. അവസാനം നമുക്ക് 0 വരണം. 0 വന്നില്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണെന്ന് മനസ്സിലാക്കി കാണാം. 0 തീർച്ചയായും വന്നിരിക്കും. ഓക്കെ, എന്നിട്ട് ഇത് കോയിഫിഷ്യൻസ് ആക്കിയിട്ട് നമ്മൾ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എഴുതും. അപ്പോൾ ഇത് λ² കോയിഫിഷ്യൻറ്റ്, ഇത് ലാംഡയുടെ കോയിഫിഷ്യൻറ്റ്, ഇത് കോൺസ്റ്റൻറ്റ്. അപ്പോൾ എന്താണ് വരിക? λ², അതായത് 1 λ² - 7 λ + 12 = 0. 1 λ² എന്ന് പറഞ്ഞാൽ λ² തന്നെയാണ്. എന്നിട്ട് സമ്മും പ്രോഡക്റ്റും എടുത്ത് നോക്കാം. സം എന്ന് പറയുന്ന -7, പ്രോഡക്റ്റ് എന്ന് പറയുന്നത് λ² കോയിഫിഷ്യൻറ്റ് ഇൻറ്റു കോൺസ്റ്റൻറ്റ് 12, നമ്പേഴ്സ് -7ഉം 12ഉം വരണം അല്ലേ? ഏതൊക്കെയാണ് നമ്പേഴ്സ് വരിക? 4ഉം 3ഉം അല്ലേ? 4ഉം 3ഉം ആണ് നമ്പേഴ്സ് വരിക. -4ഉം -3ഉം ആഡ് ചെയ്താൽ -7 കിട്ടും, ഗുണിച്ചാൽ 12 കിട്ടും. ഈ നമ്പേഴ്സ് ഉപയോഗിച്ച് സ്പ്ലിറ്റ് ചെയ്താൽ λ - 4 × λ - 3 = 0. അവിടുന്ന് λ = 4 ഒരു സൊല്യൂഷൻ കിട്ടും, 3 കിട്ടും. ദെർഫോർ ഫൈനൽ വാല്യൂസ് ഏതൊക്കെയാണ്? λ = 1, 3, 4. ഇതാണ് നമ്മുടെ ഐഗൺ വാല്യൂസ് എന്ന് പറയുന്നത്. സോ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഈ ഒരു മെത്തേഡും കൂടെ പഠിച്ചു വെക്കുക. കാരണം നമുക്ക് ഗേറ്റ് എക്സാമിനൊക്കെ വരുമ്പോഴത്തേക്കിനും ഐഗൺ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണെങ്കിൽ നമുക്ക് ഓപ്ഷൻസിൻ്റെ സഹായത്തോടു കൂടി റിവേഴ്സ് തിങ്ക് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഒരുപാട് മെത്തേഡുകളുണ്ട്. കിട്ടിയ ഐഗൺ വാല്യൂ ശരിയാണോ എന്നറിയാനുള്ള ഒരുപാട് വഴികളൊക്കെ ഉണ്ട്. ആ വഴിയിലെ ഒരു വഴി ഞാൻ ഏറ്റവും ഉപയോഗപ്രദമായ ഒരു വഴി ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പിന്നെ പക്ഷേ ഈ ഐഗൺ വാല്യൂ ഉപയോഗിച്ച് മറ്റുള്ള അനാലിസിസുകളൊക്കെ ചെയ്തു വരുന്ന ഒരു ഫൈനൽ ഉത്തരവാണ് നമ്മുടെ ഓപ്ഷനിലുള്ളതെങ്കിൽ റിവേഴ്സ് തിങ്ക് ചെയ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പം നമുക്ക് തീർച്ചയായിട്ടും സിന്തറ്റിക് ഡിവിഷൻ്റെ സഹായത്തോടു കൂടി ഐഗൺ വാല്യൂ കണ്ടുപിടിക്കേണ്ടി വരും. സിന്തറ്റിക് ഡിവിഷൻ്റെ തന്നെ ഒരു ട്രിക്കി വെർഷനാണിത്, പക്കാ സിന്തറ്റിക് ഡിവിഷൻ അല്ല. ഓക്കെ, ഇനി ഈ കിട്ടിയ ഐഗൺ വാല്യൂസ് ശരിയാണോ എന്ന് അറിയാനായിട്ട് നിങ്ങൾ ഒരു വഴി ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. സം ഓഫ് ഐഗൺ വാല്യൂ എന്ന് പറയുന്നതും സം ഓഫ് പ്രിൻസിപ്പൽ ഡയഗണലും സെയിം ആയിരിക്കും. ഇവിടെ സെയിം ആയിട്ടുള്ള എലമെൻറ്റ്സ് തന്നെയാണ് വന്നിട്ടുള്ളത്. പക്ഷേ സെയിം ആയിട്ടുള്ള എലമെൻറ്റ്സ് അല്ലെങ്കിൽ പോലും ആഡ് ചെയ്യുമ്പോൾ സെയിം ആയിരിക്കും. ഇതിപ്പോൾ 4, 3, 7, 1, 8 ആണെന്നറിയാം. ഇവിടെയും 4, 3, 7, 1, 8 ആണെന്നറിയാം അല്ലേ? ഈ പ്രിൻസിപ്പൽ ഡയഗണൽ കൂട്ടുന്നതും ഇതിപ്പോൾ സെയിം നമ്പേഴ്സ് ആയതുകൊണ്ടാണ് സമ്മ് സെയിം വരുന്നതെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പേഴ്സ് ആണെങ്കിലും സമ്മ് സെയിം ആവും. ഓക്കെ, മറ്റുള്ള ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതിന് തൊട്ട് മുൻപേ ഒരു ചോദ്യം നമ്മൾ ചെയ്തില്ലേ, അതിൻ്റെ ഡയഗണൽ ഒന്ന് കൂട്ടി നോക്കൂ, എന്നിട്ട് ഐഗൺ വാല്യൂസും കൂട്ടി നോക്കൂ, രണ്ടും സെയിം ഉത്തരവായിരിക്കും കിട്ടുക. ഓക്കെ, സം ഓഫ് ഡയഗണൽ എലമെൻറ്റ്സ് ഇസ് ഈക്വൽ ടു സം ഓഫ് ഐഗൺ വാല്യൂസ്. പ്രോഡക്റ്റ് ഓഫ് ഐഗൺ വാല്യൂസ് ഇസ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മെട്രിക്സ്. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങളുണ്ട്, എല്ലാം വഴിയെ പറയാം. സോ ഇത്രയും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ ഐഗൺ വാല്യൂസ് ആൻഡ് ഐഗൺ മെട്രിക്സിൻ്റെ കൂടുതൽ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ടോപ്പിക്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ, സീ യു.